ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആന ഇന്ന് നോക്കുമ്പോൾ ആന തിരിഞ്ഞു, ഞങ്ങളുടെ പിന്നാലെ ആന തിരിഞ്ഞു. സർവീസില് കയറി കുറച്ച് കഴിഞ്ഞിട്ടാണ് അബ്ദുള്ളക്ക MK ഗ്രൂപ്പിന്റെ ചെയർമാൻ MK അബ്ദുള്ള. അപ്പോൾ കമ്പനിയിൽ വന്ന് തുടങ്ങിയ കാലം, അതായത് ഏകദേശം 90-നോടടുത്ത കാലഘട്ടം. ആ സമയത്താണ് അദ്ദേഹം അവിടെ വരലും ഞങ്ങൾ പരിചയപ്പെടലും. ഇന്നത്തെ മിസ്റ്റർ യൂസഫ് ഭായി അടക്കം കമ്പനിയിൽ വരാറുള്ളതും ഒക്കെ ആ കാലഘട്ടത്തിൽ 89-90 കാലഘട്ടത്തിലാണ്. അപ്പം ആ കാലഘട്ടത്തിൽ വാൽപ്പാറയിൽ ഞങ്ങളുടെ പാർട്ട്ണറായിരുന്ന ആന്റണി അവിടെ വാൽപ്പാറയിൽ ഒരു എസ്റ്റേറ്റിൽ മരങ്ങൾ മുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പണിക്കാർക്ക് പണം കൊടുക്കാൻ അതിനൊക്കെ ആയിട്ട് കുറച്ച് പണം കൊണ്ടുപോകണം, പൈസയും കൊണ്ടുപോകണം എന്ന് പറയണ്ടായി. അപ്പോൾ തലേദിവസമാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അബ്ദുള്ളൊക്കെ പറഞ്ഞു ഞാനും പോരായിരുന്നു. ഏതായാലും വാൽപ്പാറ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോലെ അബ്ദുള്ളക്കെ സംബന്ധിച്ച് ഈ ആനകളെ കാട്ടുമൃഗങ്ങള് പ്രത്യേകിച്ച് ആനകള് വനപ്രദേശത്തൊക്കെ കൂടി സഞ്ചരിക്കാവുന്നത് ഭയങ്കര ഹരമുള്ള കാര്യമാണ്. അവരെപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങോട്ട് പലപ്പോഴും യാത്ര പോരാറുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി പോവാൻ തയ്യാറായി. അപ്പോൾ അബ്ദു ആണ് ഡ്രൈവർ. അബ്ദുള്ളക്കയുടെ ബെൻസ് വണ്ടിയാണ് കൊണ്ടുവന്നു. അപ്പോൾ പോകുമ്പോൾ നേരം സ്വല്പം വൈകി, നല്ലോണം ഉച്ച തിരിഞ്ഞു. അപ്പോൾ പോകുമ്പോൾ വാഴച്ചാലി എന്നപ്പോൾ അവിടുത്തെ ചെക്ക് പോസ്റ്റിലേക്ക് അറിയുന്ന ഒരാളല്ല. അവര് പറഞ്ഞു സാർ എവിടേക്ക് യാത്ര എന്ന് ചോദിച്ചതിനോട് ഞങ്ങള് ഇങ്ങനെ വാൽപ്പാറയ്ക്ക് ഈ സമയം കുറച്ച് കടന്നു പോയില്ലോ, വഴിയിൽ ആനകളൊക്കെ ഉണ്ടാവും കേട്ടോ, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ശരി കുഴപ്പമില്ല ഒന്നും പറഞ്ഞു ഞങ്ങളോട് പോയി. അവിടുന്ന് പോയി കുറച്ചങ്ങോട്ട് പോയപ്പോൾ ആ ഒരു സൈഡിൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയപ്പോൾ അത് എത്രയും ജസ്റ്റ് മുമ്പായിട്ട് ഒരു ആന സൈഡില് ഞങ്ങൾ പോകുന്ന ആ ഡയറക്ഷനിലേക്ക് തന്നെ തിരിഞ്ഞ് റോഡിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ആന നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ബാക്കിൽ നിന്ന് കാണുമ്പോൾ നല്ല തടിച്ചു കൊഴുത്ത നല്ലൊരു ആനയാണ്. അപ്പൊ അതിന്റെ അടുത്ത് വന്നപ്പോ നോക്കിയപ്പോ മനസ്സിലായി കഴുത്തില് കയറൊക്കെ ഉണ്ട് കഴുത്തില്, കയ്യിൽ വക്കയുണ്ട്. അപ്പോൾ നാട്ടാനയാണ്, തടി പിടിക്കാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കടന്നുപോയപ്പോ പറഞ്ഞു നല്ല ഭംഗിയുള്ള ആനയായിരുന്നു, നല്ലോണം കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുള്ളക്ക പറഞ്ഞു എടാ പോത്തെ നിനക്ക് മനസ്സിലായില്ലേ അത് നാട്ടാനയാന്ന്? അപ്പോൾ അവിടെ ഒന്ന് ചവിട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അബ്ദുവിനോട്. ആ ഒരു താല്പര്യം അത് പറഞ്ഞ് ഞങ്ങളോട് പോയി. പിന്നെ ആ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി 1 കിലോമീറ്റർ 2 കിലോമീറ്ററിന്റെ ഒക്കെ അപ്പുറം ചെന്നപ്പോൾ വേറൊരു ആന അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ആ ആന ഞങ്ങൾക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ഈ സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ നല്ലൊരു ആന നിൽക്കുന്നു, കൊമ്പനാണ്. അപ്പോൾ അതിനടുത്ത് നിന്നു അത് നേരത്തെ കടയിൽ നിന്ന് ചീത്ത കിട്ടിയ ആ ഒരു ഇത് ഓർത്തിട്ട് അത് വേഗം കൊണ്ട് ആനയുടെ അടുത്ത് വണ്ടി ചവിട്ടി. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ ആനയുടെ പുറത്തൊക്കെ പുല്ലൊക്കെ മുളച്ച് നിൽക്കുക, കാട്ടാനയാണ്. അത് വയറെത്തി. ആ സമയത്ത് വായന്ന് എന്തോ ശബ്ദം വന്നു. അബ്ദുവിന് മനസ്സിലായി. വണ്ടി പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തും. മനസ്സിലായില്ലേ? ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആന ഇന്ന് നോക്കുമ്പോ ആന തിരിഞ്ഞു, ഞങ്ങളുടെ പിന്നാലെ ആന തിരിഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾ പിന്നെയും അബ്ദുവിനെ കളിയാക്കിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ചിരിക്കാറുണ്ട്. അബ്ദുള്ളക്കായിട്ടുള്ള യാത്ര, ഒരുപാട് യാത്രകൾ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച്